ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ഒരു ഹൈസ്കൂളിന്റെ മുമ്പ് കുട്ടികളൊക്കെ നല്ല ഉരുളം കല്ലെടുത്തിട്ട് എറിയാണ്. എന്തിനാ കുട്ടികൾ എറിയൽ? മാങ്ങക്ക് അത് കുട്ടിയൊക്കെ ശരിക്കറിയാം. മാങ്ങ എറിയാണ് കല്ലെടുത്തിട്ട്. എന്താണ് ഈ മാവിനെറിയാൻ കാരണം? മാവിനെറിയാൻ കാരണം ഈ മാവ് ഒരു തെറ്റ് ചെയ്തു. എന്താണ് ഈ മാവ് ചെയ്ത തെറ്റ്? ഒരു ദിവസം കുട്ടികൾ ഇങ്ങനെ പോകുമ്പോ നല്ല പഴുത്ത മാങ്ങ 2-3 അങ്ങ് സംഭാവന ചെയ്തു. അപ്പ കുട്ടികൾ നോക്കുമ്പോ കുറെ മാങ്ങണ്ട്. പിന്നെ ഏറ് തുടങ്ങിയില്ലേ. സുബ്ഹാനല്ലാഹ്, മാവ് ചെയ്ത തെറ്റെന്താണ്? സംഭാവന കൊടുത്തു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ആ വകയിലാണ് ഏറ്. അപ്പൊ എറിയുമ്പോ മാവെന്താ ചെയ്ത? മാവിന്റെ ഒരു കാരുണ്യം നോക്ക് നിങ്ങൾ. ഈ മാവിന് ഇങ്ങനെ ഉരുളൻ കല്ല് കൊള്ളുമ്പോ മാവ് അതിന് പകരം ഒരൊറ്റ കല്ലും അങ്ങോട്ട് എറിയുന്നില്ല. മാവ് ഓരോ കല്ലിനും പകരം മാങ്ങ ഇങ്ങനെ സംഭാവന ചെയ്യാണ്. എറിഞ്ഞടാ, നക്കിക്കടാ, എറിഞ്ഞടാ, തിന്നടാ. ഇതാണ് മാവിന്റെ സ്വഭാവം. സുബ്ഹാനല്ലാഹ്, എറിഞ്ഞവരൊക്കെയും പഴം വിതരണം ചെയ്യുകയാണ്. അതേ സമയത്ത് കല്ലിന് പകരം കല്ലില്ല എന്ന് മാത്രമല്ല, മാവിന്റെ മറ്റൊരു മര്യാദ കണ്ടോ നിങ്ങൾ? ഇവൻ എറിഞ്ഞ കല്ലുണ്ടല്ലോ, ആ കല്ല് മൂപ്പര് പിടിച്ചു വെക്കുന്നില്ല. നീ തന്ന സാധനവും തിരിച്ചെടുത്തോ, കല്ല് തിരിച്ചു കൊടുക്കുന്നു. അതേ മൂപ്പര് അമാനത്തുള്ള ആളാണ്. അതേ അമാനത്തുള്ള ആളാണ്. നിങ്ങൾ പള്ളിയിലെ മിമ്പർ മക്കേറി ഖതീബിനെ കണ്ടില്ലേ? ഖതീബിന്റെ കയ്യിൽ മിമ്പർ വന്ന് മിമ്പർ മക്കേറും വാള് കൊടുത്തു മുക്കരിക്ക. തിരിച്ചു വരുമ്പോ അയാളെ കയ്യിൽ തന്നെ അത് കൊടുക്കണോന്നല്ലേ ഇമാമിങ്ങൾ പറഞ്ഞു? അമാനത്താ, കൊടുത്ത സാധനം തിരിച്ചു കൊടുക്കണോന്നാണ്. അയാളെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തില്ലേ? ഇതുപോലെ അതാ ഈ മാവ് എറിഞ്ഞ കല്ല് തിരിച്ച് അയാൾക്ക് തന്നെ കൊടുത്തു. വേണമെങ്കിൽ ഇനി എറിഞ്ഞോ, കല്ലില്ലായിട്ട് എറിയാതിരിക്കണ്ട. സുബ്ഹാനല്ലാഹ്, ഈ സ്വഭാവമാണ് ആഖിറത്തിലെ ആഖിറം ചിന്തിക്കുന്ന പടച്ചവന്റെ അടുക്കൽ പവറുള്ള മഹാന്മാർക്കുണ്ടാവുക. ആ സ്വഭാവമാണ് അതേ അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങൾക്കുണ്ടാവുക, പടച്ചവനെ ഭയപ്പെടുന്ന സയ്യിദന്മാർക്കുണ്ടാവുക. ചിലര് ചോദിക്കും, എന്നെ തന്നെ കർണാടകയിൽ നിന്ന് വിളിച്ച് പലരും ചോദിച്ചു, ഖുറാത്തങ്ങളെ പറ്റി പലതും എറിഞ്ഞ് പലരും അതാ എഴുതിയില്ലേ, അതുപോലെ തന്നെ അതാ ഉസ്താദിനെ പറ്റി എഴുതിയില്ലേ, ഉള്ളാളങ്ങളെ പറ്റി എഴുതിയില്ലേ. അതേ, ഞങ്ങളുടെ സ്വഭാവം മാവിന്റെ സ്വഭാവമാണ്. പിന്നെയും അവർ നന്നാകട്ടെ എന്ന് പ്രാർത്ഥിക്കലാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. ശപിക്കലല്ല, പകരം പറയലല്ല, പകരം ചീത്ത പറയലല്ല. കാരണം ഞങ്ങളെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം അങ്ങനെയാണ്. അതേ, നിങ്ങൾ കണ്ടില്ലേ, അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ അനസേ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ ലൈസ ഫീ ഖൽബിക ഗിസ്സുൻ ലിഅഹദിൻ ഫഫ്അൽ. മോനെ അനസേ, ഒരാളോടും വിദ്വേഷമില്ലാതെ, ഒരാളോടും വൈരാഗ്യമില്ലാതെ, ഒരാളോടും വെറുപ്പില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയോ അനസേ? എന്നാ നീ അങ്ങനെ ചെയ്തോ അനസേ. വദാലിക മിൻ സുന്നതി, അതെന്റെ ജീവിതചര്യയിൽ പെട്ടതാണ്. ഇങ്ങോട്ട് കല്ലെറിയുന്നവനെ പകരം കല്ലെറിയലില്ല, ഇങ്ങോട്ട് ചീത്ത പറയുന്നവനെ പകരം ചീത്ത പറയലില്ല, ഗീബത്ത് പറയലില്ല. അതുകൊണ്ട് അനസേ, എന്റെ സുന്നത്തിൽ പെട്ടതാണ് ആരോടും വെറുപ്പില്ലാത്ത ജീവിതം. നീ അത് ചെയ്തോ അനസേ. അതേ, വമൻ അഹ്യാ സുന്നതി, എന്റെ ജീവിതചര്യ വല്ലവനും സജീവമാക്കിയാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി, എന്നെ വല്ലവനും സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. ഓ സുഹൃത്തുക്കളെ, അതാണ് ഞങ്ങളെ നേതാവ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആശയം. ആ നേതാവാണ് തുല്യതയില്ലാത്ത നേതാവ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. ചൊല്ലിക്കാ നേതാവിന്റെ ഹദ്റത്തിലേക്ക് ഒരു സലാത്ത്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. സുഹൃത്തുക്കളെ,
അവിടുന്ന് പറഞ്ഞ ഹദീസാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. ഈമാനിന്റെ മധുരം കിട്ടാൻ 3 കാര്യം വേണം. ഈമാനിന്റെ മധുരം കിട്ടാൻ 3 കാര്യം വേണം. ആ 3 കാര്യം എന്താണ്? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ജീവിതത്തിലെ ഏറ്റവും സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ ആകണം, അവന്റെ റസൂലിനെ ആകണം. പിന്നെയോ അയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരാളെ സ്നേഹിക്കുന്നു അല്ലാഹുവിന് വേണ്ടി മാത്രം. ഒരാളെ സ്നേഹിക്കുന്നു കാര്യലാഭത്തിന് വേണ്ടിയല്ല, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ചിലർക്ക് തോന്നും ഞങ്ങളെ സ്റ്റേജിൽ ചിലപ്പോൾ ഒരുപാട് മുതലാളിമാരുണ്ടാകും, ഒരുപാട് നേതാക്കന്മാരുണ്ടാകും, ഉമറാക്കൾ ഉണ്ടാകും. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അവര് ഞങ്ങളെ സ്നേഹിക്കുന്നു. എന്തിന്റെ പേരിൽ? അവർക്ക് പണമുള്ളത് കൊണ്ടല്ല. അതിനേക്കാൾ വലിയ പണക്കാര് ലോകത്ത് വേറെയുണ്ട്. അവരതാ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അവര് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ക്യാഷ് ചെലവഴിക്കുന്നു. അവർ അല്ലാഹുവിന്റെ ദീനിനെ ആദരിക്കുന്നു. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു. മഹാനായ താജുൽ ഉലമയെ ആദരിക്കുന്നു. അവര് പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നു. മുതഅല്ലിമീങ്ങളെ പ്രിയം വെക്കുന്നു. അഗതികളെയും അനാഥകളെയും പോറ്റി വളർത്തുന്നതിന് അവര് സഹായിക്കുന്നു. അതേ അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സദീഖീന വശുഹദാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, നല്ല ബിസിനസ്സുകാർ. എങ്ങനെയുള്ള ബിസിനസ്സുകാർ? അസ്സദൂഖുൽ അമീൻ. അവര് സത്യവാന്മാരാണ്, വിശ്വസ്തരാണ്, പടച്ച റബ്ബിന് വേണ്ടി കൊടുക്കുന്നവരാണ്. അങ്ങനെയുള്ള ബിസിനസ്സുകാർ മഅൻ നബിയ്യീന, അവര് നബിമാരെ കൂടെയാണ്, സിദ്ദീഖീങ്ങളെ കൂടെയാണ്, ശുഹദാക്കളെ കൂടെയാണ്, സാലിഹീങ്ങളെ കൂടെയാണ്. അത് പേരോട് പറഞ്ഞതല്ല, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് തൊഴിലാളികൾ, പാവപ്പെട്ട തൊഴിലാളികൾ. ചിലർ ഡ്രൈവർമാരാണ്, ചിലർ ക്ലീനർമാരാണ്, ചിലരത് അങ്ങാടിയിൽ കെട്ടെടുക്കുന്നവരാണ്, വേറെ ചില മത്സ്യം വിൽക്കുന്നവരാണ്, വേറെ ചിലരതാ തൊഴിലെടുത്ത് കൃഷി ചെയ്യുന്നവരാണ്. എല്ലാവരും അതാ ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങൾ സ്നേഹിക്കുന്നു. എന്തിന്റെ പേരിലാണ്? അല്ലാഹുവിന്റെ ദീനിന്റെ പേരിലാണ്. ഞങ്ങളിൽ 5 വയസ്സ് ഇവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ചോദിക്കട്ടെ, ഇതൊരു ചെറിയ പ്രദേശത്ത് നടത്തുന്ന ഒരു സമ്മേളനമല്ലേ? ഈ ആയിരങ്ങൾ, 10,000ങ്ങൾ ഇവിടെ വന്നത് എന്തിന്റെ പേരിലാ? പുറാത്തങ്ങളോ, ഈ പാവപ്പെട്ട ഞാനോ, ഈ സ്റ്റേജിലുള്ള ഏതെങ്കിലും സയ്യിദന്മാരോ, നേതാക്കളോ, ബേക്കല മുസ്താദോ, വന്നു പോയവരോ, ഇവിടെ ഉള്ളവരോ ആരെങ്കിലും നിങ്ങൾക്ക് 5 പൈസ അങ്ങോട്ട് തരുമോ? നിങ്ങൾക്ക് 5 പൈസയും ഞങ്ങൾ തരൂല എന്ന് ഉറപ്പല്ലേ? പിന്നെ നിങ്ങൾ എന്തിനു വന്നു? ഇത് സ്നേഹമാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സ്നേഹമാണ്. ഞാനിപ്പോൾ അവിടെ കാറിൽ കയറുന്ന സമയത്ത് ഒരു പ്രായം ചെന്ന പണ്ഡിതൻ, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, അദ്ദേഹം ഈ കർണാടകയിൽ വളരെ അപ്പുറത്ത്. അതാ ഞാൻ നേരത്തെ ചോദിച്ചു, നിങ്ങൾ എന്നെ ക്ഷണിക്കുന്ന സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട്? മംഗലാപുരത്തുനിന്ന് 200 കിലോമീറ്ററേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. സുബ്ഹാനല്ലാഹ്. ആ പ്രദേശത്തേക്ക് പരിപാടിക്ക് ക്ഷണിക്കുകയാണ്, വാശിയോടെ ക്ഷണിക്കുകയാണ്, തന്നേ പറ്റുമെന്ന് നിർബന്ധം പിടിക്കുകയാണ്. എനിക്കപ്പോൾ സന്തോഷം തോന്നുകയാണ്, പക്ഷെ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള വേറൊരു വിഷയമാണ്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്താണ്? അതേ, യുജീബു ദഅവത്തൽ ഹുദ്ദി വൽ അബ്ദി വൽ മിസ്കീൻ. അല്ലാഹുവിന്റെ റസൂൽ പാവപ്പെട്ടവർ ക്ഷണിച്ചാലും പോകും, മുതലാളിമാർ ക്ഷണിച്ചാലും പോകും, അടിമകൾ ക്ഷണിച്ചാലും പോകും, സാധുക്കൾ ക്ഷണിച്ചാലും പോകും. അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം. ആ സ്വഭാവം പുലർത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, വഅയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരു മനുഷ്യനെ അല്ലാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്നു. അല്ലാഹുവിന് വേണ്ടി മാത്രമുള്ള സ്നേഹം അത് ഈമാനിന്റെ മധുരമാണ്. വഅയ്യക്റ അൻ യഊദ ഫിൽ കുഫരി കമാ യക്റഹു അൻ യുഖദഫ ഫിന്നാർ. ഈമാൻ തെറ്റിപ്പോകുന്നതിനെ വെറുക്കുന്നു. ഈമാൻ തെറ്റിപ്പോകുന്നതിനെ വെറുക്കുന്നു. എങ്ങനെ വെറുക്കുന്നു? തീക്കുണ്ടാരത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ വെറുക്കുന്നു. തീക്കുണ്ടാരത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ വിഷമം ഈമാൻ തെറ്റിപ്പോകുന്നതാണ്. അല്ലാഹുവേ, ഇത് ആഖിർ സമാനാണ്. ആരെ ഈമാനും നീ തെറ്റിക്കല്ലേ
അല്ലാഹ് ബാദിറു ബിൽ അഅമാലി ഫിതനൻ ഖത്ഇൽ ലൈലിൽ മുദ്ലിമീൻ യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് അല്ലേ? രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറായി പോകുന്ന ഒരു കാലം, വൈകുന്നേരം മുഅ്മിനായവൻ രാവിലെ കാഫിറായി പോകുന്ന ഒരു കാലം വരാനുണ്ട്. സുബ്ഹാനല്ലാഹ്. 2 ആഴ്ച മുമ്പ് കേരളത്തിൽ ഒരു മലയാളത്തിൽ ഒരു പത്രം പുറത്തു വന്നു. ആ പത്രത്തിന്റെ പേര് തേജസ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ തേജസ് എന്ന് പറയുന്ന പത്രത്തിൽ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്? അതാ എഴുതുകയാണ് ഒരു അബ്ദുള്ള, സീറോ അബ്ദുള്ള. എന്താണ് അവൻ എഴുതിയത്? സുബ്ഹാനല്ലാഹ്. എഴുതിയത് എന്താണ്? മുമ്പൊരു അബ്ദുള്ള മൗലവി ഉണ്ടായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഒരു അബ്ദുള്ള ഉണ്ടായിരുന്നു. ഏത് അബ്ദുള്ള? അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. സലൂൽ എന്ന ഉമ്മാക്കും അതാ ഉബയ്യ് എന്ന ബാപ്പാക്കും ജനിച്ച ഒരു അബ്ദുള്ള ഉണ്ടായിരുന്നു. ആ അബ്ദുള്ളാന്റെ ഖബറും ബർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. എന്താ പോകാൻ കാരണം? ഈ അബ്ദുള്ളാന്റെ മകൻ എ ക്ലാസ് സുന്നിയാണ്, നല്ല സഹാബിയാണ്. അതുകൊണ്ട് അവന്റെ ഖബറും ബർത്ത് മകനെ പണി കണക്കിലെടുത്തിട്ടൊന്ന് പോയി. അവിടെ ചെന്നപ്പോൾ അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കാണ്, ലാ തഖം വലാ ഖബരിഹി, അവന്റെ ഖബറും ബർത്ത് നിൽക്കണ്ട നബിയേ. പിന്നെയോ വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ, അവനും അവന്റെ കൂട്ടത്തിൽപ്പെട്ടവർക്കും മയ്യിത്ത് നിസ്കരിക്കണ്ട നബിയേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുക്ക് ഇത്ര വെറുപ്പുള്ള ഒരു കക്ഷിയാരാ? റസൂലുള്ളാഹിനോട് തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കണ്ട, തങ്ങൾ അവന്റെ ഖബറും ബർത്ത് പോകണ്ട. ആരാണത്? പേര് അബ്ദുള്ള. എന്താ അവന്റെ കുഴപ്പം? അവന്റെ കുഴപ്പം പറയണോ? സഹാബികൾ അവനോട് പറഞ്ഞു, തആലു യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യും, റക്കബന്റ് ചെയ്യും. അതിന് അല്ലാഹുവിന്റെ റസൂലിനോട് സങ്കടം പറയാൻ വാ, റസൂലുള്ളാഹിനോട് സങ്കടം പറയാൻ വാ, റസൂലുള്ളാഹിനോട് തേടാൻ വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഈ അബ്ദുള്ള പറഞ്ഞത് എന്താണെന്നറിയോ? അമർത്തുമുനി അന്നൂമിന ഫആമൻതു, നിങ്ങൾ എന്നോട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നോട് നിസ്കരിക്കാൻ ഞാൻ നിസ്കരിക്കാനും പോക്കുണ്ട്. നിങ്ങൾ എന്നോട് സക്കാത്ത് കൊടുക്കാൻ പറ്റി ഞാൻ സക്കാത്തും കൊടുക്കലുണ്ട്. ഇനിയോ മുഹമ്മദ്, ഇനി മുഹമ്മദിന് ഞാനൊന്ന് തലകുനിക്കണല്ലേ, അതിനെന്നെ കിട്ടൂല. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിക്ക് തലകുനിക്കണം, സുജൂദ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് റസൂലുള്ളാഹിനെ വിളിച്ച് തേടണമെന്നാണ്, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് ചോദിക്കണമെന്നാണ്. അതിനെപ്പറ്റി അവൻ വിശ്വസിക്കുന്നത് റസൂലുള്ളാഹിക്ക് സുജൂദ് ചെയ്യും പോലെയാണ്, ആരാധനയാണ്. റസൂലുള്ളാഹിനെ വിളിച്ച് തേടൽ എന്നാണ് ഇവന്റെ സിദ്ധാന്തം. ശരിയായ സലഫിന്റെ സിദ്ധാന്തമാണ് സുജൂദ് പോലെയാണ് റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടൽ എന്നാണ് അവന്റെ സിദ്ധാന്തം. ഈ സിദ്ധാന്തമുള്ള കക്ഷിയാണ് അബ്ദുള്ള. അവനെ പറ്റി ആ സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ റെക്കമെൻഡ് ചെയ്യും, അതിന് റസൂലുള്ളാഹിനോട് റെക്കമെൻഡ് തേടാൻ വരൂ എന്ന് പറഞ്ഞു വിളിച്ചാൽ അവൻ തലയങ്ങ് തിരിച്ചു കളയും. അവനതാ തിരിഞ്ഞു പോകും, അവർ പിരിഞ്ഞു പോകും. അതേ വഹും മുസ്തക്ബിറൂൻ, അവർ കിബ്റന്മാരാണ്. നബിയേ, റസൂലുള്ളാഹിനെ വിളിക്കൂല, റസൂലുള്ളാഹിനെ ഇടയാളനാക്കൂല. ഞങ്ങൾ അല്ലാഹുവിനോട് ഡയറക്റ്റ് പറയുന്ന കിബ്റന്മാരാണ്. ആ പറഞ്ഞ കക്ഷികളെ നേതാവാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്. അവന്റെ വെറുപ്പിന്റെ കടുപ്പം കേൾക്കണോ നിങ്ങൾക്ക്? ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോ കൂടെയുള്ള ഒരു ശിഷ്യൻ പറഞ്ഞു, നബിയെ അബ്ദുല്ലാനെ ഒന്ന് കണ്ടാൽ, കാരണം ഇവനെപ്പോഴും ഫിത്ന ഉണ്ടാക്കുന്നവനാ. അപ്പൊ ഇവനൊന്ന് കണ്ടാൽ കുറച്ച് ശമനുണ്ടെങ്കിലോ, ഫിത്നക്ക് ശമനുണ്ടെങ്കിലോ, അതിനാ അബ്ദുല്ലാനെ ഒന്ന് കണ്ടാൽ അത്രയേ പറഞ്ഞിട്ടുള്ളൂ. നബി സല്ലല്ലാഹു ആയിക്കോട്ടെ, അങ്ങനെയാണല്ലോ ശിഷ്യന്മാര്. അതുപോലെ സ്നേഹിക്കുന്നവര് സൂചിപ്പിച്ചേ പറയാവൂ, നിർബന്ധിച്ച് പറയരുത്. അതാ സൂചിപ്പിച്ച് പറഞ്ഞ കണ്ടാലേ പറഞ്ഞിട്ടുള്ളൂ, സൂചിപ്പിച്ചേ പറയാവൂ. പറഞ്ഞാ മഹാന്മാർ നേതാക്കന്മാര് സമയം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യേം വേണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയേം വേണം. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അബ്ദുല്ലാനെ കണ്ടാളിയാ, അബ്ദുല്ലാനെ കാണാൻ അബ്ദുല്ല ഇരിക്കുന്ന ഭാഗത്തൂടെ അങ്ങ് ചെന്നത് ഒരു കഴുതപ്പുറത്താ, ഒരു കഴുതയുടെ പുറത്താ. അന്നത്തെ ഒരു ചെറിയ വാഹനമാണ് കഴുത. നബി സല്ലല്ലാഹു അലൈഹി കഴുതപ്പുറത്ത് യാത്ര ചെയ്യാറുണ്ട്, ഒരു കിബിറും ഇല്ല. അന്നത്തെ ചെറിയ സൈക്കിൾ പോലത്തെ ഒരു സാധനമാണത് കഴുതപ്പുറത്ത് പോകാറുണ്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും
മുന്തിയ 1000 കോടി കൊടുത്താ കിട്ടാത്ത വാഹനത്തിന്റെ പുറത്തും കയറിയിട്ടുണ്ട്. അതിന്റെ പേരാ ബുറാക്ക്. അത് ഭയങ്കര സ്പീഡ് പോകേണ്ട സമയ. അവിടെ പിന്നെ കൈതപ്പുറത്ത് പോയാൽ മതിയാവൂല. അതിന് വളരെ സ്പീഡുള്ള വാഹനത്തിലും പോയിട്ടുണ്ട്. അപ്പൊ ആവശ്യത്തിനനുസരിച്ച് വാഹനം പറ്റൂ എന്നുള്ളത് തെളിയിക്കാനാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി അന്ന് പോയത് കഴുതപ്പുറത്താണ്. നേരെ അങ്ങ് ചെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബൈന്റെ സമീപത്തങ്ങ് ചെന്നപ്പോ ഇവനെന്താ പറഞ്ഞത്? ഇലൈക അന്നി യാ മുഹമ്മദ് ഫഖദ് ആദാനി നത്ലു ഹിമാരികി. ബുഖാരിയിലെ ഹദീസ്. അങ്ങോട്ട് നിൽക്ക് മുഹമ്മദേ, അങ്ങോട്ട് നിൽക്ക് മുഹമ്മദേ, നിന്റെ കഴുതേന്റെ നാറ്റം കൊണ്ട് മനുഷ്യൻ ബുദ്ധിമുട്ടായല്ലോ. കണ്ടോ റസൂലുള്ളാഹിനോടുള്ള വെറുപ്പ. അതിന് റസൂലുള്ളാഹിന്റെ വാഹനത്തിൽ കുറ്റം പറയാ ചില ചങ്ങാതികൾ. അങ്ങനെ ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ അയാളെ വാഹനത്തിന് കുറ്റം. ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉബൈന്റെ സ്വഭാവം. അത് അദാനി നത്ലു ഹിമാരികി, നിന്റെ കഴുതന്റെ നാറ്റം എനിക്ക് ശല്യായി പോയി. സുബ്ഹാനല്ലാഹ്. അപ്പൊ സഹാബത്തിന്റെ മറുപടി കേട്ടോ നിങ്ങൾ? വല്ലാതെ സ്നേഹിക്കുന്ന സഹാബത്ത്. ആ സഹാബത്തിന്റെ മറുപടി വല്ലാഹി വല്ലാഹി ലഹിമാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്യബു റീഹം മിൻക. എടാ അബ്ദുല്ലാ, നിന്നെക്കാൾ എത്രയോ നല്ല മണം റസൂലുള്ളാഹിന്റെ കഴുതന്റെ മണമാണ്. നിന്നെക്കാൾ എത്രയോ നല്ല മണം അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുതന്റെ മണമാണ് എന്ന് സഹാബത്തിന്റെ പ്രതികരണം ബുഖാരിയിൽ കാണാം. പക്ഷേ ചില പക്ഷപാതിത്വമുണ്ടല്ലോ. സഹാബത്ത് പറഞ്ഞത് ശരി, പക്ഷേ കുടുംബങ്ങൾ തമ്മിലുള്ള കലഹമുണ്ടല്ലോ. അത്തരത്തിലുള്ള ഗ്രൂപ്പ് വഴക്കുള്ളത് കൊണ്ട് ഈ സഹാബിക്ക്, ഈ സഹാബിയുടെ ഗ്രൂപ്പിൽ പെടാത്ത അപ്പുറത്തെ അബ്ദുല്ലാന്റെ കുടുംബത്തിൽപ്പെട്ട കുറച്ച് ആളുകളുണ്ട്. അവരൊക്കെ കൂടിയിട്ട് അതാ ഇയാളെ തല്ലാൻ വന്നു. ആരെ? സത്യം പറഞ്ഞ സഹാബിയെ തല്ലാൻ വന്നു. അങ്ങനെ അവിടെ അതാ തല്ല് നടന്നു.